അതിൽ 2 CPI നേതാക്കൾ പറഞ്ഞത് ഇത് ഷാഫിയുടെ ഷോ ഓഫ് എന്നാണ്. ഞാൻ ചോദിക്കട്ടെ, മൂക്കിന് 2 എല്ല് പൊട്ടി ശസ്ത്രക്രിയയ്ക്ക് വിധേയനായി ICUവിൽ കിടക്കുന്ന ഒരു ജനപ്രതിനിധിയുടെ ഷോ ആണെന്ന് പറയാൻ ഇത്ര നാണം കിട്ടുപോയോ കേരളത്തിലെ CPM? ഇന്നലെ ഷാഫി പറമ്പിൽ MPക്ക് എതിരെയും കോൺഗ്രസ് ലീഗ് UDF പ്രവർത്തകർ നടന്ന ക്രൂരമായ പോലീസ് അക്രമത്തിന്റെ പ്രതിഷേധവുമായി ജില്ലയിൽ UDF ഇനിയും മുന്നോട്ട് പോകും. ഇന്ന് രാവിലെ IGP ഓഫീസിന് മുമ്പിൽ UDF നേതാക്കളുടെ കുത്തിരിപ്പ് സമരമായിരുന്നു. അതിവിടെ അവസാനിച്ചിരിക്കുന്നു. ഇന്ന് 3 മണിക്ക് പേരാമ്പ്രയിൽ ഇന്നലെ അക്രമം നടന്ന മണ്ണിൽ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽ MP ഉദ്ഘാടനം ചെയ്യുന്ന UDFന്റെ മഹാപ്രതിഷേധ സംഗമം അത് കഴിഞ്ഞ് ഞങ്ങൾ അവസാനിപ്പിക്കില്ല. ഇന്ന് രാവിലെ 2-3 ടെലിവിഷനിൽ CPI നേതാക്കൾ പങ്കെടുത്തപ്പോൾ എന്നെയും വിളിച്ചിരുന്നു. അതിൽ 2 CPI നേതാക്കൾ പറഞ്ഞത് ഇത് ഷാഫിയുടെ ഷോ ഓഫ് എന്നാണ്. ഞാൻ ചോദിക്കട്ടെ, മൂക്കിന് 2 എല്ല് പൊട്ടി ശസ്ത്രക്രിയയ്ക്ക് വിധേയനായി ICUവിൽ കിടക്കുന്ന ഒരു ജനപ്രതിനിധിയുടെ ഷോ ആണെന്ന് പറയാൻ ഇത്ര നാണം കിട്ടുപോയോ കേരളത്തിലെ CPM? അത് മാത്രമല്ല, റൂറൽ SP ഉണ്ട്, ഒരു 3rd റേറ്റ് ഓഫീസർ ബൈജു. അദ്ദേഹം ഇന്നലെ മാധ്യമത്തോട് പറഞ്ഞു ഷാഫി പറമ്പിലിന് മർദ്ദനമേറ്റില്ല എന്ന്. ഇന്ന് അദ്ദേഹത്തിനെ ലാത്തി കൊണ്ടടിക്കുന്ന വിഷ്വൽസ് മീഡിയകൾ പുറത്തുവിട്ടു. അതുകൊണ്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്നു, ഇതിന് കുറ്റക്കാരായ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്ത് അന്വേഷണം പ്രഖ്യാപിക്കുന്നതുവരെ സമരവുമായി UDF മുന്നോട്ട് പോകും. ഈ സമരത്തിനിടയ്ക്ക് ശബരിമല തട്ടിപ്പിന്റെ സമരം ആരെങ്കിലും മറച്ചു കളയാ മാറ്റിൽ അതും നടക്കില്ല. ശബരിമലയിൽ സ്വർണം കെട്ടുന്നതിനുള്ള സമരത്തിന്റെ അതേ വീര്യത്തോടുകൂടി ഷാഫി പറമ്പിലുടെയും UDF പ്രവർത്തകരെയും ക്രൂരമായി ആക്രമിച്ച പോലീസ് ഉദ്യോഗസ്ഥരെ നടപടി സ്വീകരിക്കുന്നവരെയും ഞങ്ങൾ സമരമായി മുന്നോട്ട് പോകും. അവസാനിച്ചു. ഇന്നത്തെ സമരം അവസാനിപ്പിച്ചു. ഞങ്ങൾ കുത്തിരിപ്പ് സമരമാണ് പ്രഖ്യാപിച്ചത്, അത് അവസാനിച്ചു. ഇന്ന് 3 മണിക്ക് എല്ലാ UDFകാരും പേരാമ്പ്രയ്ക്ക് എത്തുകയാണ്. പേരാമ്പ്രയുടെ മണ്ണ് അങ്ങനെ തിട്ടൂരമൊന്നും CPMന് ആരും കൊടുത്തിട്ടില്ല. അവിടെ UDF ശക്തമായി പ്രതിഷേധിക്കും. ഇത്തവണ കോളേജ് ജയിച്ചെങ്കിൽ അടുത്ത പേരാമ്പ്ര അസംബ്ലി ആയിരിക്കും UDF ജയിക്കാൻ പോകുന്നത്. ഞാൻ ചോദിക്കട്ടെ, വിഷ്വൽസ് ഇല്ലേ? അവിടുത്തെ നിങ്ങൾ ആരും ഉണ്ടായിരുന്നു? ലോക്കൽ ചില വിഷ്വൽസ് ഉണ്ട്. അതിൽ ഷാഫി അടിക്കുന്ന കാഴ്ചകൾ കണ്ടില്ലേ? മാത്രമല്ല, അടി കിട്ടാതെ എങ്ങനെ ഉമ്മ വെച്ചിട്ടാണോ ഷാഫിക്ക് 2 എല്ല് പൊട്ടിയത്? 2 എല്ല് പൊട്ടിയതേ. അത് കഴിഞ്ഞ് ഒരു പ്രവർത്തകന്റെ കണ്ണിന്റെ കാഴ്ച തിരിച്ചു കിട്ടുമെന്ന ആശങ്കയിൽ ഞങ്ങൾ 7ഓളം പ്രവർത്തകർ ആശുപത്രിയിലാണ് തലവെട്ടി. ഞാൻ 15 മിനിറ്റ് നേരമാണ് ശ്വാസം വിട്ടത്. ഞാൻ എന്റെ കാര്യം പറഞ്ഞില്ല. പക്ഷെ നിരവധിയായ പാവപ്പെട്ട പ്രവർത്തകർ ആക്രമണത്തിൽ അഭിനയിക്കുന്നു. ഷാഫി പറമ്പിലിന്റെ മൂക്കിന്റെ എല്ല് പൊട്ടിയിരിക്കുന്നു. ഇത് ഞങ്ങൾ കൈകിട്ട് നോക്കി നിൽക്കില്ല. ശബരിമലയിലെ തീവെട്ടിക്കൊള്ളയ്ക്ക് പ്രതിഷേധിക്കുന്ന അതേ വീര്യത്തോടു കൂടി അത് മറയ്ക്കാമെന്ന് ആരും കരുതണ്ട. ഈ ഉദ്യോഗസ്ഥരുടെ നടപടിയുമായി വേണമെന്ന സമരവുമായി ജില്ലയിൽ UDF മുന്നോട്ട് പോകും. അത് പിണറായിയുടെ പാദസേന ചെയ്യുന്ന പോലീസിന്റെ തരംതാണ പ്രവൃത്തി. ഞാനും നിയാസ് വക്കീലും ജയന്തും ബാബുക്കൊക്കെ 60ഓളം കേസ് പ്രതികളാണ്. ആരും മൈൻഡ് ചെയ്യുന്നു കേസ്. ഇത് ഒരൊറ്റ കാര്യങ്ങളോട് പറയാം. ഇപ്പൊ നമ്മൾ ഈ രാജ്യത്ത് പല സംസ്ഥാനങ്ങളിലും ഭരണം മാറിയത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഭരണമാറ്റം ഉണ്ടായപ്പോ 2 സംസ്ഥാനങ്ങളിലാണ് ഭരണത്തിന് നേതൃത്വം നൽകിയവരെ ജനം പട്ടിയെ തല്ലുന്നത് പോലെ തല്ലിയത്. അതൊന്ന് ബംഗാളിൽ, ഒന്ന് ത്രിപുരയിലാണ്. 6 മാസം കഴിഞ്ഞാൽ ഇന്ന് കേരളത്തിൽ ഭരണത്തിന്റെ ഭാഗമായി നിന്ന് മനുഷ്യരുടെ നെഞ്ഞത്തേക്ക് കയറുന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെ തെരുവിലിട്ട് പട്ടിയെ തല്ലുന്നത് പോലെ തല്ലുന്ന കാലം വിദൂരല്ല. ഇതുപോലെ ജനവിരുദ്ധമായ നടപടികൾ പുറത്തു വരുമ്പോ, ശബരിമലയിലെ സ്വർണം, അയ്യപ്പന്റെ സ്വർണം കട്ട പിണറായി വിജയന്റെ ചെമ്പ് പുറത്തു വരുമ്പോ അതിനെ മറയ്ക്കാൻ കോൺഗ്രസിന്റെ സമുന്നതരായ നേതാക്കന്മാരെ, UDFന്റെ നേതാക്കന്മാരെ ആക്രമിച്ച് അതിൽ നിന്നൊക്കെ മാറ്റാന്ന് കരുതുന്നുണ്ടെങ്കിൽ അതൊക്കെ മലർപ്പൊടിക്കാരന്റെ സ്വപ്നമാണ്. ഈ ആക്രമണങ്ങൾക്കെതിരെ എണ്ണി ഞങ്ങൾ കണക്ക് ചോദിക്കും. കണക്ക് ചോദിക്കാന്ന് മാത്രമല്ല, പുറത്തിറങ്ങാൻ കഴിയാത്ത രാഷ്ട്രീയ സാഹചര്യം കേരളത്തിൽ സൃഷ്ടിക്കാൻ UDFന് സാധിക്കുമെന്ന് ഓർമ്മപ്പെടുത്തി. LDF കൺവീനറുടെ മാനസപുത്രനായ ഒരു പോലീസ് ഓഫീസറാണ് ഇത് നേതൃത്വം കൊടുത്തത്. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, അദ്ദേഹത്തിന് നടപടി വന്നിട്ടില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വീടിന് മുമ്പിൽ UDF സമരം ചെയ്യും.